അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 9ാമത്തെ ക്ലാസ്സാണ് HSM സ്കോളർഷിപ്പ് എക്സാമിൻ്റെ എഡ്യൂഫീസ് നൽകുന്ന സൗജന്യ പരിശീലനത്തിലെ 9ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? താരീഖാണ്. 4ാം ക്ലാസ്സിലെ താരീഖാണ്. അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ചോദിച്ചു, ക്ലാസ്സില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ പേടിക്കേണ്ട കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ ഒരുപാട് തിരക്കുകളുണ്ട്, ജോലീൻ്റെ ഒക്കെ ഇടയിലാണ് ഒഴിവ് സമയം പരമാവധി കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറക്കരുത്. PDF മാത്രം വായിച്ചിട്ട് ഒരിക്കലും പോയി പരീക്ഷ എഴുതരുത്. ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കണം. അതിൻ്റെ കാരണം നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നല്ല ഓർമ്മ ഉണ്ടാകും. അതിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചാൽ സെറ്റായിട്ട് അവിടെ നിന്നോളും. ക്ലാസ് കേൾക്കാതെ ഒരിക്കലും വായിച്ച് മാത്രം പഠിക്കാൻ നിൽക്കരുത്. സമയമില്ല എന്നറിയാം, പക്ഷെ സമയങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ HSM കോഴ്സ് എന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. 9778027141 എന്നുള്ള നമ്പറിൽ ജോയിൻ HSM കോഴ്സ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. താരീഖ്. ഓക്കെ, 4ാം ക്ലാസ്സിലെ താരീഖാണ്. താരീഖ് ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. നന്നായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു വിഷയം കൂടിയാണ് താരീഖ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നുബുവത്തിന് ശേഷം എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പ്രബോധനം ചെയ്തത്? 3 വർഷമാണ്. നുബുവത്തിന് ശേഷം 3 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തത്. അപ്പോൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷം പരസ്യ പ്രബോധനമായിരുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? നുബുവത്തിന് ശേഷം എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തത് എന്നാണ്. ഉത്തരത്തിനാണ് 3 വർഷം. ഇനി പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി എന്താണ്? സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇനി കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാണ്? അത് അലി റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഇനി അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാണ്? അത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന്, അഥവാ നേരത്തെ അടിമയാവുകയും പിന്നീട് മോചിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം അങ്ങനെയുള്ളവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ഇനി ഇസ്ലാമിൽ അംഗമാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? 10 വയസ്സായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്തുണ്ടായ പ്രായം എത്രയാണ്? 10 വയസ്സ് മാത്രം ആയിരുന്നു. ഇനി ഇസ്ലാം സ്വീകരിച്ചവരെയും നബി തങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമാവുകയും ചെയ്തപ്പോൾ ദീനീ പ്രബോധനം നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? ദാറുൽ അർഖമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചവരെയും നബി തങ്ങളെയും ഖുറൈശികൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലേ. ഒട്ടകത്തിൻ്റെ കുടൽമാലയൊക്കെ സുജൂദ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയിട്ടതൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപാട് ഉപദ്രവിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ഉപദ്രവിച്ചതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചവരെയും നബി തങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമാവുകയും ചെയ്തപ്പോൾ എന്താണ് ദീനീ പ്രബോധനം നടത്തിയത് എവിടെ വെച്ചാണ് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദാറുൽ അർഖമിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ദാറുൽ അർഖമിൽ വെച്ചിട്ടാണ് പ്രബോധനം നടത്തിയത്. ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് നബി തങ്ങൾ ചോദിച്ചത് ഏത് കുന്നിന് മുകളിൽ നിന്നാണ്? സഫാ കുന്നിന് മുകളിൽ വെച്ചാണ്. ഇപ്പം പരസ്യ പ്രബോധനം ആരംഭിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നബി തങ്ങൾ ചോദിച്ച ചോദ്യമായിരുന്നു, ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നത്. അത് പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ ഒരു കുന്നിന് മുകളിൽ കയറിയിട്ടാണ് ഈ കുന്നിൻ്റെ പിന്നിലൂടെ ഒരു സൈന്യം ആക്രമിക്കാൻ വരുന്നത് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഏത് കുന്നിൻ്റെ മുകളിൽ കയറിയിട്ടാണ്? അത് സഫാ കുന്നിന് മുകളിൽ കയറിയിട്ടാണ് നബി തങ്ങൾ ഇങ്ങനെ ചോദിച്ചത്. ഇനി തബ്ബല്ലക്ക, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതാരാണ്? അബൂലഹബാണ്. അവിടെ
ബ്രാക്കറ്റിൽ സി എന്നാണുള്ളത്. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ഇടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ തബ്ബല്ലക്ക, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതാരാണ്? അബൂ ലഹബാണ്. അപ്പോൾ കുന്നിൻ്റെ പിന്നിലൂടെ ഒരു സൈന്യം വന്ന് നിങ്ങളെ ആക്രമിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത്, അപ്പോൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണോ വിളിച്ചത് എന്ന് നബി തങ്ങളോട് ചോദിച്ചതാരാണ്? അബൂ ലഹബാണ് അല്ലേ. അപ്പോൾ ആ സമയത്താണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തൊക്കെ ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തബ്ബല്ലക്ക, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാരാണ്? അബൂ ലഹബാണ് അങ്ങനെ ചോദിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? സഫാ കുന്നിന് മുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന് മുകളിൽ കയറി നിന്നിട്ട് ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് പ്രബോധനം ആരംഭിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം ആരംഭിച്ചത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? സഫാ കുന്നിന് മുകളിൽ എന്ന് പറയണം. ഏത് കുന്നാണ്? സഫാ കുന്നിന് മുകളിൽ. നിങ്ങൾ സഫാ മർവ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, സഫാ മർവ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സഫാ കുന്നിന് മുകളിൽ വെച്ചിട്ടാണ് പരസ്യ പ്രബോധനം ആരംഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ, വന്ദിർ അഷീറത്തക്കൽ അഖറബീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടരുത്. ഇപ്പം 2-3 വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഉസ്താദേ ചോദ്യം കുറക്കണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് പഠിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇതിൽ ചേർന്നത്? അല്ലല്ലോ. നമ്മൾ എന്തിനാണ് ഇതിൽ ചേർന്നത്? മാക്സിമം പഠിക്കാൻ വേണ്ടിയാണ്. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ സ്റ്റേറ്റിൽ തന്നെ ഫസ്റ്റ് ഞാൻ വാങ്ങും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ വേണം നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് കാണാനും PDF പഠിക്കാനും ഒക്കെ ആ ഒരു നിയത്തോടു കൂടി ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം പോലും നമുക്ക് മിസ്സാകാൻ പാടില്ല. ഒരു ചോദ്യം വന്നിട്ട് നമ്മളത് പഠിക്കാതിരിക്കുകയും ബാക്കിയുള്ളവരത് പഠിക്കുകയും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്കല്ലേ നമ്മളെക്കാട്ട് മാർക്ക് കിട്ടുക. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, മക്കൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പരമാവധി ചോദ്യങ്ങൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയരുത്? ഉസ്താദേ ചോദ്യം കുറക്കണേ എന്ന് പറയരുത് കേട്ടോ, അങ്ങനെ കമൻറ്റ് ഇടരുത്. അപ്പോൾ അടുത്ത ചോദ്യം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? വന്ദിർ അഷീറത്തക്കൽ അഖറബീൻ, അടുത്ത കുടുംബാംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാൻ ആദ്യം അനുമതി നൽകിയ പ്രദേശം എവിടെയാണ്? എത്യോപ്യയാണ് അല്ലേ. അബ്സീനിയ എന്നറിയപ്പെടുന്ന എത്യോപ്യയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാനായിട്ട് ആദ്യം അനുമതി നൽകിയത്. പേര് പറയരുത്, എത്യോപ്യ അല്ലെങ്കിൽ അബ്സീനിയ, അബ്സീനിയ അല്ലെങ്കിൽ എത്യോപ്യ. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇപ്പോൾ എത്യോപ്യയുടെ മറ്റൊരു പേരാണ് അബ്സീനിയ. പക്ഷേ അത് 4ാം ക്ലാസ്സിൽ അബ്സീനിയ എന്ന് പറയുന്നില്ല, പക്ഷേ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൂടെ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് ഉപകാരപ്പെടും. PDF മാത്രം വായിച്ചു പോയാൽ അത് പൂർണ്ണമാകില്ല. അതുകൊണ്ട് മക്കൾ PDF മാത്രം വായിച്ച് പഠിക്കരുത്, വീഡിയോയും കൂടെ കാണുക. എത്യോപ്യയിലെ രാജാവാരായിരുന്നു? നജ്ജാഷിയാണ് അല്ലേ. എത്യോപ്യയിലെ രാജാവാരായിരുന്നു? നജ്ജാഷിയായിരുന്നു എത്യോപ്യയിലെ രാജാവ്. 1ാം ഘട്ടം എത്യോപ്യയിലേക്ക് ഹിജറ പോയ വർഷം ഏതാണ്? ഹിജറ 5 റജബ് മാസമാണ്. ഹിജറയല്ല, നുബുവത്തിൻ്റെ 5 കേട്ടോ. നുബുവത്തിൻ്റെ 5ാം വർഷം റജബ് മാസമാണ് കേട്ടോ. 1ാം ഘട്ടം എത്യോപ്യയിലേക്ക് ഹിജറ പോയത് ഇവിടെ ഹിജറ 5 എന്നാണുള്ളത്. അത് നുബുവത്തിൻ്റെ 5ാം വർഷം എന്ന് മക്കൾ വായിക്കണം കേട്ടോ. അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. നുബുവത്തിൻ്റെ 5ാം വർഷം റജബ് മാസത്തിലാണ്. ഇനി എത്യോപ്യയിലേക്ക് ഹിജറ പോയവർ തിരിച്ച് മക്കയിലേക്ക് വരാൻ കാരണം എന്താണ്? മക്ക നിവാസികൾ എല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന കള്ളവാർത്തയാണ്. അപ്പോൾ ഇവർ ആദ്യത്തെ സംഘം എത്യോപ്യയിലേക്ക് പോകുന്നു. അവിടെ അവരെത്തിയതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഒരു വാർത്ത വരുന്നത്, മക്കക്കാരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ ജന്മനാട് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചിന്തിച്ച് അവർ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം 1ാം ഘട്ടത്തിൽ എത്യോപ്യയിലേക്ക് ഹിജറ പോയവർ തിരിച്ച് മക്കയിലേക്ക് വരാൻ കാരണം എന്താണ്? മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന കള്ളവാർത്തയാണ്. എത്യോപ്യയിലേക്ക് ഹിജറ പോയവരുടെ എണ്ണം എത്രയാണ്? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. അപ്പോൾ എത്യോപ്യയിലേക്ക് 2 ഘട്ടമായിട്ടാണ് ഹിജറ പോകുന്നത്, 1ാം ഘട്ടവും 2ാം ഘട്ടവും. അപ്പോൾ എത്യോപ്യയിലേക്ക് ഹിജറ പോയവരുടെ എണ്ണം എത്രയാണ്?
10 പുരുഷന്മാരും 4 സ്ത്രീകളും എന്നതാണ്. രണ്ടാം ഘട്ടം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരുടെ എണ്ണം എത്രയാണ്? 83 പുരുഷന്മാരും 18 സ്ത്രീകളുമാണ്. രണ്ടാം ഘട്ടം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരുടെ എണ്ണം 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ഒന്നാം ഘട്ടം എത്രയായിരുന്നു? 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഒന്നാം ഘട്ടം പോയത് 10 പുരുഷന്മാരും 4 സ്ത്രീകളും, രണ്ടാം ഘട്ടം പോയത് 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനെതിരെ നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ കാരണം എന്തായിരുന്നു? നബി തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചത്. അപ്പം പുതിയ ഒരു മതവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ നബി തങ്ങളുടെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബിനോട് അവരെന്ത് പറഞ്ഞു? നബി തങ്ങളെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതായിരുന്നു. അബൂ ത്വാലിബ് എന്ത് ചെയ്തില്ല? ശത്രുക്കൾക്ക് നബി തങ്ങളെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴാണ് ഖുറൈശികൾ എന്ത് ചെയ്തത്? നിസ്സഹകരണം അല്ലെങ്കിൽ ഉപരോധം പ്രഖ്യാപിച്ചത്. അപ്പം ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനെതിരെ നിസ്സഹകരണം അല്ലെങ്കിൽ ഉപരോധം പ്രഖ്യാപിക്കാൻ കാരണം എന്താണ്? നബി തങ്ങളെ ഖുറൈശികൾക്ക് ആര് വിട്ടുകൊടുത്തില്ല? അബൂ ത്വാലിബ് വിട്ടുകൊടുക്കാത്തതാണ്. ഇനി ഖുറൈശികൾ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നബി കുടുംബം താമസിച്ചത് എവിടെയാണ്? ഒരു മലഞ്ചെരുവിലാണ്. അപ്പോൾ അവർ ഭക്ഷണം നൽകില്ല, വസ്ത്രം നൽകില്ല, അവരുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെടില്ല. ഇങ്ങനെ പൂർണ്ണമായിട്ടും ഖുറൈശികൾ നബി തങ്ങളുടെ കുടുംബത്തെ ഉപരോധിച്ചു. അങ്ങനെ അവർക്ക് താൽക്കാലികമായിട്ട് താമസം എങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നു? ഒരു മലഞ്ചെരുവിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. ഈ ഉപരോധത്തെ തുടർന്ന് മലഞ്ചെരുവിൽ കഴിച്ചു കൂട്ടിയ കാലം എത്രയാണെന്നറിയോ? 3 വർഷമാണ്. ഖുറൈശികൾ 3 വർഷം അവരെ ഉപരോധിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും അവരോട് കച്ചവടം ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ പൂർണ്ണമായിട്ടും ഉപരോധിച്ചു. അങ്ങനെ ആ മലഞ്ചെരുവിൽ 3 വർഷമാണ് നബി തങ്ങളുടെ കുടുംബത്തിന് ചെലവഴിക്കേണ്ടി വന്നത്. അബൂ ത്വാലിബ് മരണപ്പെട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത്? 3 ദിവസമാണ്. അബൂ ത്വാലിബ് മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആര് മരണപ്പെടുന്നത്? ആര് വഫാത്താകുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഓർത്തു വെക്കണേ, അബൂ ത്വാലിബ് മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദുഃഖവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദുഃഖവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആമുൽ ഹുസ്ൻ എന്നാണ് ഇതിൽ അറബിയിൽ പറയട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും. അതിൻ്റെ അറബി പദം ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ PDF മാത്രം വായിച്ച് പഠിക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക അപൂർവത അതിലൊരു പക്ഷേ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം വേണം PDF പഠിക്കാൻ. അപ്പം അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷം അറിയപ്പെടുന്നത് ദുഃഖവർഷം അല്ലെങ്കിൽ ആമുൽ ഹുസ്ൻ എന്നാണ്. നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് ദുഃഖവർഷം എന്നറിയപ്പെടുന്നത്? 10ാം വർഷമാണ്. നുബുവത്തിൻ്റെ 10ാം വർഷമാണ് ആമുൽ ഹുസ്ൻ അല്ലെങ്കിൽ ദുഃഖവർഷം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 1ാം ഘട്ടം ഹിജ്റ പോയത് നുബുവത്തിൻ്റെ 5ാം വർഷമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നുബുവത്തിൻ്റെ 10ാം വർഷമാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നുബുവത്തിൻ്റെ 10ാം വർഷമാണ് ആമുൽ ഹുസ്ൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അബൂ താലിബിൻ്റെ മരണത്തോടെ. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ശക്തിയായിട്ട് പണ്ടത്തേതിനേക്കാൾ ശക്തമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അബൂ താലിബിൻ്റെ മരണത്തോടു കൂടിയാണ്. കാരണം അബൂ താലിബായിരുന്നു നബി തങ്ങളെ സംരക്ഷിച്ചത്. നമ്മൾ പറഞ്ഞു ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ അബൂ താലിബിൻ നബി തങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അബൂ താലിബിൻ്റെ മരണത്തോടു കൂടിയാണ് ഖുറൈശികൾ എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും മുസ്ലിങ്ങളെയൊക്കെ വളരെ രൂക്ഷമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രൻ ആരായിരുന്നു? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ത്വായിഫിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനാണ്. അതുപോലെ തന്നെ ത്വായിഫിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്.
ത്വായിഫിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളായ ഗോത്രം ഏതാണ്? ബനു സഖീഫാണ്. അപ്പോൾ ബനു സഖീഫ് ഗോത്രത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിന് വേണ്ടി പോയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മദ്രസ പ്രഭാഷണങ്ങളിലൊക്കെ ത്വായിഫിൽ പോയിട്ട് അവർ കല്ലെടുത്ത് എറിഞ്ഞ കഥകളൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം ബനു സഖീഫ് എന്ന് പറയുന്ന ഗോത്രമാണ് ത്വായിഫിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അവർ നബി തങ്ങളുടെ ബന്ധുക്കൾ കൂടിയായിരുന്നു. അപ്പം ബനു സഖീഫ് ഗോത്രക്കാർക്കിടയിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയത്. അപ്പോൾ ത്വായിഫിലുണ്ടായിരുന്ന നബി തങ്ങളുടെ ബന്ധുക്കളായ ഗോത്രം ഏതാണ്? ബനു സഖീഫ്. ത്വായിഫിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന മലക്ക് എല്ലാവർക്കും അറിയാലോ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് അല്ലേ. അങ്ങനെ ത്വായിഫുകാർ കല്ലെടുത്ത് എറിഞ്ഞു അല്ലേ. അങ്ങനെ അവർ തിരിച്ചു പോരുന്ന സമയത്ത് അവരെ നശിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നബി തങ്ങളുടെ അടുത്ത് വന്ന മലക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നീനുവ എന്ന സ്ഥലത്ത് വെച്ച് ഇസ്ലാം സ്വീകരിച്ച ക്രിസ്തുമത വിശ്വാസിയാരാണ്? അത് അദ്ദാസ് ആണ് കേട്ടോ. എന്താണ് പേര്? അദ്ദാസ് എന്നാണ് പേര്. അപ്പോൾ ആരാണ് അദ്ദാസ്? ത്വായിഫിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ആരാണ്ടായെന്ന് പറഞ്ഞത്? സെയ്ദ് ബിൻ ഹാരിസ അല്ലേ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നബി തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു. അപ്പോൾ നബി തങ്ങളും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും ത്വായിഫിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അവരൊരു സ്ഥലത്തെത്തിട്ടോ. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? നീനുവ. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? നീനുവ. അപ്പോൾ ഈ നീനുവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, ഒരു ക്രിസ്തുമത വിശ്വാസി ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് അദ്ദാസ്. അപ്പോൾ അദ്ദാസ് ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ചിട്ടാണ്? നീനുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇനി ഒന്നാം അഖബ നടന്ന വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 12ാം വർഷമാണ്. അതായത് മദീനയിലുള്ള കുറച്ച് ആൾക്കാർ, കൃത്യമായി പറഞ്ഞാൽ 12 ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിൽ നബി തങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒന്നാം അഖബ ഉടമ്പടി. അപ്പോൾ ഈ ഒന്നാം അഖബ നടന്ന വർഷം നുബുവത്തിൻ്റെ 12ാം വർഷമാണ്. ഒന്നാം അഖബ നടന്നത് നുബുവത്തിൻ്റെ 12ാം വർഷം. അപ്പോൾ നമ്മൾ ഏത് വർഷമാണ് പറഞ്ഞത്? നുബുവത്തിൻ്റെ 12ാം വർഷം അല്ലേ. നുബുവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? നബി ആയതിൻ്റെ 12ാം വർഷം എന്നാണ് നുബുവത്തിൻ്റെ 12ാം വർഷം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? ഒന്നാം അഖബ നടന്നത് നുബുവത്തിൻ്റെ 12ാം വർഷം. അപ്പോൾ 12ാം വർഷം ആയതുകൊണ്ട് തന്നെ ഒന്നാം അഖബയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 12. അപ്പോൾ 12മായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഒന്നാം അഖബയുമായിട്ട് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, ഒന്നാം അഖബ ഉടമ്പടി നടന്ന വർഷം നുബുവത്തിൻ്റെ 12ാം വർഷം. ഒന്നാം അഖബയിൽ പങ്കെടുത്തവരുടെ എണ്ണം 12. ഇനി ഒന്നാം അഖബയിൽ പങ്കെടുത്ത മദീനക്കാരുടെ കൂടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബി ആരാണ്? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. ഈ പേരുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന്. അപ്പോൾ ഒന്നാം അഖബ ഉടമ്പടി പ്രകാരം 12 മദീനക്കാർ നബി തങ്ങളോട് ഉടമ്പടി വെക്കുകയും അവർ മദീനയിൽ സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മദീനയിലുള്ള മുസ്ലിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ട സ്വഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കേട്ടോ. പേര് മറന്നു പോകരുത്. ഇനി രണ്ടാം അഖബ ഉടമ്പടി നടന്ന വർഷം എത്രയാണ്? നുബുവത്തിൻ്റെ 13ാം വർഷം. ഒന്നാം അഖബ ഉടമ്പടി നടന്നത് നുബുവത്തിൻ്റെ 12ാം വർഷം. 12 ആളുകൾ വന്നു. തൊട്ടടുത്ത വർഷം രണ്ടാം അഖബ ഉടമ്പടി നടക്കുന്നു, നുബുവത്തിൻ്റെ 13ാം വർഷം. ഇനി രണ്ടാം അഖബയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 70 ആണ്. ഒന്നിൽ പങ്കെടുത്തവരുടെ എണ്ണം 12, രണ്ടാം അഖബയിൽ പങ്കെടുത്തവരുടെ എണ്ണം 70 ആണ്. രണ്ടാം അഖബയിൽ പങ്കെടുത്ത ഗോത്രത്തലവന്മാരുടെ എണ്ണം എത്രയാണ്? 12. അപ്പോൾ അഖബയുമായി 12ന് 3 ബന്ധങ്ങളുണ്ട്. അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് 12 എന്ന നമ്പറിന് 3 ബന്ധമുണ്ട്. ഒന്നെന്താണ്? ഒന്നാം അഖബ ഉടമ്പടി നടന്നത് നുബുവത്തിൻ്റെ 12ാം വർഷം. രണ്ടെന്താണ്? ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം 12. 12ന് അഖബ ഉടമ്പടിയുമായിട്ടുള്ള മൂന്നാമത്തെ ബന്ധം എന്താണ്? രണ്ടാം അഖബയിൽ പങ്കെടുത്ത ഗോത്രത്തലവന്മാരുടെ എണ്ണം 12. ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ പ്രയാണം ചെയ്ത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇസ്റാ എന്ന പേരിലാണ് അല്ലേ. ഇസ്റാ എന്ന പേരിലാണ്. അറിയാലോ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലേ. ആരാണ് നബിതകളെ കൊണ്ടുപോയതെന്ന് അറിയാലോ? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് അറിയപ്പെടുന്ന പേര് ഇസ്റാ എന്നാണ് അല്ലേ. ഈ ഇസ്റാന് നബിതങ്ങൾ പോയ വാഹനം എന്താണെന്നറിയാലോ? ബുറാഖ്
ബുറാക്ക് എന്ന് പറയുന്ന വാഹനമാണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത മൃഗം ഏതാണ്? അത് ബുറാക്കാണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത മൃഗമാണ് ബുറാക്ക്. ഇസ്രാഈലിൻ്റെ രാത്രിയിൽ നബി തങ്ങളെ സ്വീകരിക്കാൻ മുൻകഴിഞ്ഞ നബിമാർ സന്നിഹിതരായത് എവിടെയാണ്? മസ്ജിദുൽ അഖ്സയിലാണ്. ഇസ്രായേലിൻ്റെ അന്ന് നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ എവിടെയാണ് ഹാജരായത്? അത് മസ്ജിദുൽ അഖ്സയിലാണ്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലാണ് അല്ലേ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവർക്ക് ഇമാമായി നിസ്കരിക്കുകയൊക്കെ ചെയ്തു അല്ലേ. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്താണ് ഒരുപാട് അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകങ്ങളിൽ പോയി അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിയത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മിഅറാജ് എന്ന പേരിലാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നത് ഇസ്രാ എന്ന പേരിലും, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകങ്ങളിൽ പോയിട്ട് തിരിച്ചു വന്നത് മിഅറാജ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. 5 വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എപ്പോഴാണ്? മിഅറാജ് രാത്രിയിലാണ്. 5 വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് മിഅറാജ് രാത്രിയിലാണ് അല്ലേ. നിങ്ങൾക്കറിയാം 50 വക്തുമായിട്ട് വന്നിട്ട് പിന്നെ അതിങ്ങനെ ചുരുക്കി 5 വക്തിലേക്ക് എത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ഈ നബി തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിന് പറയുന്ന പേരെന്താണ്? മുനാജാത്ത് എന്നാണ്. അപ്പോൾ മിഅറാജിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട്. ആ സംഭാഷണം അറിയപ്പെടുന്ന പേരെന്താണ്? മുനാജാത്ത് എന്നാണ് ആ സംഭാഷണത്തിൻ്റെ പേര്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക, സംസാരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ മുനാജാത്ത് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇസ്രാഉം മിഅറാജും നടന്ന വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 11ാം കൊല്ലമാണ് കേട്ടോ. നുബുവത്തിൻ്റെ 11ാം കൊല്ലമാണ് ഇസ്രാഉം മിഅറാജും നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആമുൽ ഹുസ്നിൻ്റെ അല്ലേ. ആമുൽ ഹുസ്നിന് ശേഷമാണ് ഇസ്രാഉം മിഅറാജും നടക്കുന്നത്. അഥവാ റജബ് 27-ാം രാവ് നമ്മൾ മിഅറാജ് നോമ്പ് അനുഷ്ഠിക്കുന്ന അറിയാലോ അല്ലേ. മിഅറാജ് നോമ്പ് നമുക്ക് എല്ലാവരും റജബ് 27-നാണ് നമ്മൾ മിഅറാജ് അല്ലേ മിഅറാജ് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അപ്പം 11ാം വർഷം നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27-നാണ് മിഅറാജ് ഇസ്രാ മിഅറാജും സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ ഖുറൈശികൾ യോഗം ചേർന്ന സ്ഥലം ഏതാണ്? ദാറുൻ നദുവയാണ്. അപ്പോൾ ദാറുൽ അർക്കം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാറിപ്പോകരുത്. ദാറുൽ അർക്കം രഹസ്യ പ്രബോധനം ചെയ്ത സ്ഥലമാണ്. നബി തങ്ങളെ രഹസ്യ പ്രബോധനം ചെയ്താണ് ദാറുൽ അർക്കം. ഇത് ദാറുൻ നദുവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ വധിക്കുക എന്ന ഉദ്ദേശത്തോടെ ഖുറൈശികൾ യോഗം ചേർന്ന സ്ഥലമാണ് ദാറുൻ നദുവ. ഈ പ്രസ്തുത യോഗത്തിൽ ഓരോ കുടുംബത്തിൽ നിന്നും ശക്തരായ 40 യുവാക്കൾ ചേർന്ന് നബി തങ്ങളെ വധിക്കാൻ നിർദ്ദേശിച്ചതാരാണ്? അത് അബൂജഹലാണ്. അപ്പോൾ അങ്ങനെ അവർ യോഗം ചേർന്നിട്ട് 40 കുടുംബങ്ങളിൽപ്പെട്ട ശക്തരായ ഓരോരുത്തരും വന്നിട്ട് എന്ത് ചെയ്യുക? 40 ആളും കൂടെ കൂടിയിട്ട് നബി തങ്ങളെ വധിക്കുക. അങ്ങനെയാണെങ്കിൽ നബി തങ്ങളുടെ കുടുംബത്തിന് ആർക്കെതിരെയും ശിക്ഷാ നടപടിയോ സ്വീകരിക്കാനൊന്നും കഴിയില്ല എന്ന ആശയം പറഞ്ഞതാരാണ്? അബൂജഹലാണ്. അങ്ങനെ ഖുറൈശികൾ വീട് വളഞ്ഞ ശത്രുക്കളുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണ് വാരി എറിഞ്ഞപ്പോൾ ഓതിയ സൂറത്ത് ഏതാണ്? സൂറത്ത് യാസീനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഖുറൈശികൾ വീട് വളഞ്ഞപ്പോൾ ഹിജ്റ പോകാൻ വേണ്ടി പുറത്ത് കടക്കാൻ വേണ്ടി നബി തങ്ങൾ അല്പം മണലെടുത്തിട്ട് എറിയുകയും അവരുടെ മേൽ എറിഞ്ഞതിന് ശേഷം ഒരു സൂറത്ത് ഓതുകയും ചെയ്തു അല്ലേ. ഏത് സൂറത്താണ് ഓതിയത്? യാസീനാണ് ഓതിയത് അല്ലേ. യാസീൻ എവിടം വരെ ഓതി? ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ അല്ലേ. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് വരെയാണ് ഓതിയത്. ഈ ഹിജ്റ പോയ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതപ്പിൽ കിടന്നാരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. അപ്പം അങ്ങനെ മണ്ണ് വാരി എറിഞ്ഞു. ഖുറൈശികൾക്ക് കാണാതെയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് നബി തങ്ങളുടെ വിരിപ്പിൽ കിടന്നുറങ്ങിയത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് ഹിജ്റ പോയ വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 13ാം വർഷമാണ് കേട്ടോ. നുബുവത്തിൻ്റെ 13ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എങ്ങോട്ടേക്ക് ഹിജ്റ പോകുന്നത്? മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മാസം ഏതാണ്? റബീഉൽ അവൽ മാസമാണ്, തിങ്കളാഴ്ചയാണ്. റബീഉൽ അവലാണ്, തിങ്കളാഴ്ചയുമാണ് നബി തങ്ങളും സിദ്ദീഖ് അലൈഹിസ്സലാമും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പോൾ നുബുവത്തിൻ്റെ 13ാം വർഷമാണ്, റബീഉൽ അവൽ മാസമാണ്, തിങ്കളാഴ്ചയാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും എത്ര ദിവസമാണ് സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത്? 3 ദിവസമാണ്. അപ്പം മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് എത്തുന്നതിനിടയിൽ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സൗർ ഗുഹയിലാണ് അഭയം തേടിയത്. നിങ്ങളെല്ലാവർക്കും അറിയാം എത്ര ദിവസമാണ് സൗർ ഗുഹയിൽ അവർ ഒളിച്ചിരുന്നത്? 3 ദിവസമാണ് സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത്. ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും വഴികാട്ടി ആരാണെന്നറിയോ? അബ്ദുല്ലാഹിബ്നു
അരീക്കത്തദ്ദു അലി എന്ന് പറയുന്ന ആളാണ്. ഇത് പഠിച്ച് വെച്ചോളി മക്കളെ, ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരും, എന്ത് ചെയ്യാനുണ്ടാകും, ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഉണ്ടാകും. അപ്പോൾ ഒരു പേര് നമ്മൾ പഠിക്കാൻ പോവാണ്. അബ്ദുല്ലാഹിബിനു അരീക്കത്തുദ്ദു അലി, അരീക്കത്തുദ്ദു അലി, അദ്ദു അലി കേട്ടോ. അബ്ദുല്ലാഹിബിനു അരീക്കത്തുദ്ദു അലി എന്ന് പറയുന്ന ആളാണ് വഴികാട്ടിയായിട്ട് ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹിബിനു അരീക്കത്തുദ്ദു അലി കേട്ടോ, പഠിച്ചു. അരീക്കത്തുദ്ദു അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയ സ്ഥലം എവിടെയാണ്? ഖുബാ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഖുബാ എന്ന് പറയുന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിന് ശേഷം ഇറങ്ങിയത്. പേരിന് എന്താണ് സ്ഥലപ്പേര്? ഖുബാ കേട്ടോ. ഖുബാ, അവിടെ ഒരു പള്ളിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച പള്ളി ഏതാണ്? മസ്ജിദുൽ ഖുബാ. അപ്പോൾ മസ്ജിദുൻ നബവി എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ തരും. അപ്പോൾ ഖുബായിൽ നിർമ്മിച്ച പള്ളിയുടെ പേര് മസ്ജിദുൽ ഖുബാ എന്നാണ് കേട്ടോ. മദീനയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളിയാണ്. അപ്പോൾ മദീനയിലെ ഖുബായിലാണ് നബി തങ്ങൾ ഇറങ്ങുന്നത്, ഹിജറ പോയിട്ട് ഇറങ്ങുന്നത്. അവിടെ ഒരു പള്ളി നിർമ്മിക്കുന്നു. പള്ളിയുടെ പേരെന്താണ്? മസ്ജിദുൽ ഖുബാ. ഇനി ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസം താമസിച്ച ഗോത്രം ഏതാണ്? ബനു അംർ ഇബ്നു ഔഫ് ആണ്. ബനു അംർ ഇബ്നു ഔഫ് എന്ന ഗോത്രത്തിലാണ് ഖുബായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസം, അല്പം ദിവസങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണേ, ഖുബായിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് ഏത് ഗോത്രമാണ്? ബനു അംർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഗോത്രത്തിലാണ് താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ജുമുഅ ഏത് പള്ളിയിൽ വെച്ചാണെന്ന് അറിയോ? അത് ബത്വനുൽ വാദിയിലെ പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ബത്വനുൽ വാദിയിലെ പള്ളിയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ജുമുഅ നിസ്കരിച്ചത്. ബത്വനുൽ വാദി കേട്ടോ, പേര് ഓർത്ത് വെക്കുക. ബത്വനുൽ വാദിയിലെ പള്ളിയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ജുമുഅ എവിടെ വെച്ച് നിസ്കരിക്കുന്നത്? മദീനയിൽ വെച്ച് നിസ്കരിക്കുന്നത്. അപ്പോൾ മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഖുബാ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു നോക്കുക? ബത്വനുൽ വാദിയിലെ പള്ളിയിൽ വെച്ചിട്ടാണ് ആദ്യ ജുമുഅ നിസ്കരിച്ചത്. മദീനയിൽ സ്വന്തം ഭവനം ഉണ്ടാക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെ വീട്ടിലാണ് താമസിച്ചത്? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. അങ്ങനെ മദീനയിൽ പോയിട്ട് സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. ഈ മദീന അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? യസ്രിബ് എന്നായിരുന്നു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീന അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? യസ്രിബ് എന്നാണ്. യസ്രിബ്. പിന്നെയാണ് എന്ത്? മദീനത്തുൻ നബവി, ഇല്ലെ നബിയുടെ പട്ടണം എന്ന് അറിയപ്പെടുന്ന മദീനത്തുൻ നബവിയുടെ ഷോർട്ടായിട്ടുള്ള മദീന എന്ന പേരിലേക്ക് മാറുന്നത്. അപ്പോൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയുടെ പേരെന്താണ്? യസ്രിബ് എന്നായിരുന്നു. യസ്രിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം അറിയപ്പെട്ട പേരെന്താണ്? മദീനത്തുൽ മുനവ്വറ അല്ലെങ്കിൽ മദീനത്തുൻ നബവി, മദീനത്തുൽ മുനവ്വറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് മദീനത്തുൽ മുനവ്വറ എന്നാണ്. അപ്പോൾ യസ്രിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അറിയപ്പെട്ടത് മദീനത്തുൽ മുനവ്വറ എന്നാണ്. ഈ മദീനയുടെ മറ്റ് പേരുകൾ കേൾക്കണം നിങ്ങൾക്ക്. ത്വാബ, ത്വയ്ബ. അപ്പോൾ ത്വയ്ബ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാറുണ്ടാവും അല്ലേ? ത്വയ്ബ, സ്നേഹമരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്, ത്വയ്ബ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഈ ത്വയ്ബ എന്നുള്ളത് എന്തിൻ്റെ പേരാണ്? മദീനയുടെ മറ്റൊരു പേരാണ് ത്വയ്ബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ത്വാബ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? മദീനയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ മദീനയുടെ രണ്ട് പേര് കൂടെ പഠിച്ചിട്ടോ. എന്തൊക്കെയാണ്? ത്വാബ, ത്വയ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പണിത പള്ളി ഏതാണെന്ന് അറിയോ? മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി ആദ്യം നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞു മസ്ജിദുൽ ഖുബാ ആണ്. ഇത് മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണിത പള്ളിയാണ് മസ്ജിദുൻ നബവി. മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ പള്ളി ഏതാണ്? മസ്ജിദുൻ നബവിയാണ് കേട്ടോ. മക്കയിലെ മസ്ജിദുൽ ഹറാം നമ്മൾ പറഞ്ഞല്ലോ, ഇസ്രായിൻ്റെ മിറാജിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ ആരംഭിച്ചത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് അല്ലേ? അപ്പോൾ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ പള്ളിയാണ് മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ച കാലം എത്രയാണ്? 10 വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചത് 10 വർഷമാണ്. നമ്മൾ പറഞ്ഞു 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടുന്നു. 13 വർഷമാണ് നുബുവത്തിന് ശേഷം എവിടെ ചിലവഴിക്കുന്നത്? മക്കയിൽ ചിലവഴിക്കുന്നത്. നുബുവത്തിൻ്റെ 13-ാം വർഷം മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. അങ്ങനെ 53 വയസ്സാകുമ്പോഴാണ് മദീനയിലെത്തുന്നത്. അങ്ങനെ 10 വർഷമാണ് മദീനയിൽ ജീവിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? മദീനയിലെ ഹുജ്റത്തു ഷരീഫ. മദീനയിലെ ഹുജ്റത്തു ഷരീഫയിലാണ് നബി തങ്ങൾ എന്ത് ചെയ്യുന്നത്? അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി വിശ്വാസം സംരക്ഷിക്കാൻ മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മുഹാജിറുകൾ എന്ന പേരിലാണ്. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾ അറിയപ്പെടുന്ന പേര് മുഹാജിറുകൾ എന്നാണ് കേട്ടോ. മുഹാജിറുകൾ, ഹിജ്റ പോയവർ മുഹാജിറുകൾ. ഈ മുഹാജിറുകളെ സഹായിച്ച
മദീനക്കാരായ സ്വഹാബികളാരാണ്? അവർ അൻസാറുകളാണ് കേട്ടോ. മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായിട്ടുള്ള സ്വഹാബികളാണ് അൻസാറുകൾ. സഹായിച്ചവർ അൻസാറുകൾ, ഹിജറ പോയവർ മുഹാജിറുകൾ. റളിയല്ലാഹു അൻഹും എന്ന് അള്ളാഹു ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയോ? മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചുമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞത്. അവരങ്ങോട്ടും അവരെ അള്ളാഹുവിനെ അവരും പരസ്പരം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4ാം ക്ലാസ്സിലെ താരീഖിലുള്ളത്. നമുക്ക് 4ാം ക്ലാസ്സിലെ താരീഖ് ഇതോടുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ടും എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.